ആൾക്കാർക്ക് അറിയും അത് എന്താ സ്റ്റെപ്പ്. സെക്കൻഡ് ആക്ച്വലി ഫ്രം ഉപേന്ദ്ര. സോ ആ സോങ്ങിന്റെ പേര് MTV സുബ്ബലക്ഷ്മിയെ. So very old. It's everything is a lie is the meaning of the song. So when Upendra does the step, everybody knows what to expect. ആ ലാസ്റ്റ് പോർഷൻ ഇവിടെയും കുറെ ആൾക്കാർക്ക് അറിയും. അത് ഗരുഡ ഗമനയുടെ ഒരു ടൈഗർ ഡാൻസിന്റെ ഒരു പോർഷനാണ്. സോ ദാറ്റ് ഡയറക്ടർ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് അത് വൈറലാക്കി. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വർക്ക്ഡ്. യാ. സാർ ഇവരുടെ രണ്ടുപേരുടെ ഫാനാന്ന് പറയുന്നത്, അവരുടെ വർക്ക് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നൊരു സീൻ കാണുമ്പോൾ അല്ല അവരുടെ ചെയ്തൊരു സീൻ കാണുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് എന്തായിരിക്കും അവരുടെ? ഫസ്റ്റ് ഒരു ഇമോഷണൽ സീനിൽ അവർ എനിക്ക് ഒരു ഡയലോഗ് പോർഷൻ മോണോലോഗ് വരും ശിവരാജ് കുമാർ സാറുടെ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് ഷോട്ടാണ് അവരുടെയും ബാക്ക് ഷോട്ട്. പക്ഷെ ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി മോസ്റ്റ്ലി ഐ മീൻ തിയേറ്റർ. എൻ്റെ ചെറുപ്പകാലത്തിലും അത് തന്നെയല്ലേ എൻ്റെ മെമ്മറിയിൽ. ആ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും തിയേറ്ററിൽ. സോ ദാൻ ഐ റിയലൈസ്ഡ് ഓക്കെ ഐ എം സോ ഫോർച്ചുനേറ്റ്. ഇപ്പോൾ ആളുടെ കൂടെ നിന്നിട്ട്. സോ ഐ ആം ആക്ടിങ് ആൻഡ് ഹീസ് ടെല്ലിങ് ദ ഡയലോഗ് ആൻഡ് ഹീസ് ടെല്ലിങ് ഇറ്റ് ടു മീ ദ ക്യാരക്ടർ. അത് വളരെ ഹാപ്പി മൂമെൻ്റ് ആണ്. പിന്നെ ഉപേന്ദ്ര സർ അവരുടെ അടുത്ത് ഞാൻ ഈ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഇന്റർവ്യൂ സെഷൻ ആയിട്ട് ഞാൻ മാറ്റി. എവിടെയും എപ്പോഴും അവരുടെ അടുത്ത് ഇതെന്തിനാ ഇങ്ങനെ ചെയ്തു, ഈ ഐഡിയാസ് എങ്ങനെ വന്നു, ഇതാണ് എൻ്റെ ചോദ്യങ്ങൾ. എന്താ വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ അവരുടെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഞാൻ ഹാഫ് ആൻ അവർ കാണാറുണ്ട്. ഇതിങ്ങനെ ചെയ്തു പോസ്റ്റേഴ്സ്, ഇതെന്താ മീനിങ് എന്താണ്. സോ അത്രത്തോളം ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ഭാഗ്യം. ഐ തിങ്ക് ആർട്ടിസ്റ്റ് ഗെറ്റ് ഇറ്റ് ആൻഡ് ഐ എം സോ ലക്കി. ഇത്ര മമ്മൂട്ടി സർ, ശിവരാജ് കുമാർ സർ, ഉപേന്ദ്ര സർ. സോ ഐ എം ഗ്ലാഡ്, ഐ എം ലക്കി. അതുപോലെ സാറ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റൂട്ടിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. അപ്പം വേണമെങ്കിൽ താങ്കളുടെ ഒരു ഗ്രാഫ് വെച്ചിട്ട് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം, ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ പോലെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ ആ ഒരു സ്റ്റേജിലാണുള്ളത്. പക്ഷേ ഇപ്പോഴും ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഓഡിയൻസിന് കണക്റ്റഡ് ആവണം എന്നുള്ള അതാ ഇപ്പോഴും ഓൾറെഡി അങ്ങനെ ഫിക്സഡ് ആണോ അത്? എന്താ വെച്ചാൽ വി ആർ ടൂൾസ് ടു മേക്ക് എ സിനിമ. നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്നേക്കാളും വലുതാണ് സിനിമ, സ്റ്റോറി, പടങ്ങളെല്ലാം. സോ ഐ ഡോണ്ട് തിങ്ക് I can't tell okay, I have a few people who will like to see me in this way. I don't think they are making my marriage video, they're making a cinema. So I need to become the character that